ഓക്കെ ഗൈസ്, വെൽക്കം ടു ഫോർ മൈ ഫുട്ബോൾ. ഹലോ ഗൈസ്, കുറച്ച് ദിവസമായി വന്നിട്ട് അല്ലേ രാവൽജി? സുഖമില്ലാണ്ടൊക്കെ ആയി അല്ലേ? പിന്നെ ഇവിടൊക്കെ മഴയല്ലേ, വയ്യാണ്ടായി, വൻ പനിയും കാര്യങ്ങളൊക്കെ നടന്നു. ഓക്കെ, അപ്പം ബാക്ക് ടു ടോപ്പിക്. എന്താ യൂറോ കോപ്പ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. എന്തേലും ഒരു ഫീൽ ഉണ്ടായിരുന്ന ഒരു ടൂർണമെന്റ് കഴിഞ്ഞ ഫീലാ? സത്യം. എന്തെങ്കിലും ഉണ്ടായാ? നമ്മളെ ഫേവറേറ്റ് ടീം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഒരു നേരത്തെ പുറത്തായല്ലോ, പോർച്ചുഗലിനല്ലേ ഉദ്ദേശിച്ചത്? അതെ, ബ്രസീല് നേരത്തെ പുറത്തായിരുന്നു. ഫൈനല് പക്ഷെ ഏറ്റവും മികച്ച കളി സ്പെയിൻ ജർമ്മനി. അതെ അതെ, സ്പെയിൻ സെമി ഫൈനൽ തന്നെയായിരുന്നു. പക്ഷെ ഫൈനലിൽ ഒരു ത്രില്ലൊക്കെ കൊണ്ടുവന്നു. ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ഒക്കെ ആയി മാച്ച്. എന്നാലും ഒരു സേവും കാര്യങ്ങളും ഒരു ഫുൾ ലെങ്തിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന വിചാരിച്ചു. ഭയങ്കര വൺ സൈഡഡ് ഗെയിം ഒക്കെ ആയ പോലെ തോന്നി. സ്പെയിനാണെങ്കിൽ പിന്നെ ഓൾറെഡി ഫോമിൽ നിൽക്കുന്ന ടീം. എനർജി അല്ലേ, പ്ലെയർ വന്ന് ഏജ് ഒക്കെ ഭയങ്കര ചെറിയ ഏജ്, ആവറേജ് ടീമിന്റെ ഏജ് ഒക്കെ ഭയങ്കര 3-4 പ്ലേയേഴ്സ് ഉള്ളൂ ഭയങ്കര ഏജ്ഡ് ആയിട്ടില്ല. ബാക്കിയൊക്കെ ടീനേജേഴ്സ്. യമാലിനെ പറ്റി പറയണം അല്ലേ? അതെ അതെ, 16 വയസ്സ്, ഇപ്പൊ 17 വയസ്സ്. ഇപ്പൊ ഫൈനലിന് തൊട്ട് മുന്നേ 17. അല്ലെങ്കിൽ അത് റെക്കോർഡായേനെ ആ ഫൈനല് ഒരു ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ. അതെ അതെ അതെ, 17 വയസ്സിലൊക്കെ. 17 വയസ്സിൽ രാഹുൽജി എവിടെയായിരുന്നു? 17 വയസ്സിൽ നമ്മൾ വെറുതെ കോളേജൊക്കെ തപ്പി നടക്കായിരുന്നു. ഞാനും അല്ലെ, വെക്കേഷനിൽ നാട്ടിൽ കളിച്ച് നടക്കുന്നത്. അല്ല, ഇതൊരു തമാശ വിഷയമാണെങ്കിലും അത് ആലോചിച്ച് നോക്കിയ 16ാമത്തെ വയസ്സില് ഫസ്റ്റ് ടീം എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. 17 വയസ്സിൽ അത് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സും കാര്യങ്ങളും, ഒരുപാട് പ്ലേയേഴ്സും സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇവരെത്തുന്നത്. 16 വയസ്സിൽ ഇത്ര നോട്ടീസ് ചെയ്യണമെങ്കിൽ ആ പ്ലെയറിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും അതിന്റെ മുന്നേയിലെ ഗെയിംസിലും കാര്യങ്ങളും. സമ്മതിക്കണം, സ്കൗട്ടിങ് ഇത് വന്ന ലാമാസിയ അക്കാഡമി ആണല്ലോ. അതെ പാഴ്സ അങ്ങനെയുണ്ട്. പിന്നെ ഇവര് ഇത് കപ്പടിച്ചിട്ട് നാളെ സ്കൂളിൽ പോണവന്. സത്യം, എന്താ അവസ്ഥ പുള്ളി. പക്ഷെ അവര് ലൈം ലൈറ്റിൽ നിന്നു ഫുൾ ടൂർണമെന്റ്. ഭയങ്കര സംഭവം തന്നെ. കഴിഞ്ഞ സീസൺ തൊട്ട് ഒരു ഇതുണ്ടായിരുന്നു, ബാഴ്സയിൽ ഇങ്ങനെ പുതിയ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യൂലേ. അതെ അതെ, അതുപോലെ തന്നെ ബാർസ തള്ളുകളാണോ എന്നുള്ള രീതിയിലായി. അല്ല, നമുക്കത് പഴയ പോലെ അക്കാഡമിന്ന് നല്ല പ്രൊഡക്റ്റ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു. ഇപ്പോ ഓൾറെഡി അൻസു ഫാറ്റി അതേ പറഞ്ഞ കൊറേ ബബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും ഇന്നത്തെ പ്ലേയേഴ്സിനൊക്കെ. അൻസു ഫാറ്റിയൊക്കെ വൻ പ്ലെയർ ആണ്, വൻ അടുത്ത മെസ്സി റീപ്ലേസ്മെന്റ് പത്താം നമ്പർ കൊടുത്ത്. പുള്ളി ഇപ്പൊ എവിടെയാ? ബ്രൈറ്റണില് ലോണില്. എവിടെ എത്തേണ്ട പ്ലെയർ ആയിരുന്നു അതൊക്കെ. അതേ പറഞ്ഞ പുള്ളി വെരി ഗുഡ് ടാലന്റ്. അതുപോലെ സ്പെയിൻ ടീമിനെ പറ്റി സംസാരിക്കാൻ ഒരുപാടുണ്ട്. അതെ അതെ, ആ ഒരു വിങ് മാത്രല്ല, ഇപ്പറേ നിക്കോ വില്യംസ് എന്താ കളി അല്ലേ, ഭീകര പ്ലെയർ. അതൊക്കെ ഇന്നലെ ഇംഗ്ലണ്ടിന്റെ ബാക്ക് ലൈനെ വിറപ്പിച്ചില്ല. അവർക്ക് കറക്റ്റ് ഉന്നത്തിന്റെ കുറച്ച് കുറവുണ്ട്. അതൊക്കെ എക്സ്പീരിയൻസ് കുറവാന്ന് നമുക്ക് പറയാം. ഇതൊക്കെ ചിലപ്പോ ഫസ്റ്റ് ടൂർണമെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ടൂർണമെന്റ്സ് വരുമ്പോ ഇവരൊക്കെ ഫസ്റ്റ് ടൂർണമെന്റ് മേജർ ടൂർണമെന്റാ, ഫസ്റ്റോ സെക്കൻഡോ ആയിരിക്കും. അത് ഈ ഏജിന്റെ ഞാൻ പറഞ്ഞ ഇത്രയും ഫാൻസിന്റെ ഇടയിൽ നിന്ന് ഈ പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്ത്. ഈ പ്രഷർ ഹാൻഡ്ലിങ് വലിയ പ്ലേയേഴ്സിന് തന്നെ പറ്റുന്നില്ല. ഇത്ര ചെറിയ പിള്ളേർ വന്നിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അവർ ആ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഭയങ്കര ഡിഫറെന്റാ. മൊത്തം ത്രൂ ഔട്ട് ദ ഗെയിമും അവരെ ട്രെയിൻ ചെയ്തെടുക്കണതും അക്കാഡമിന്റെ ക്വാളിറ്റിയാണ്. അതാ സ്പാനിഷ് ഫുട്ബോളില് എനിക്കൊണ്ട് കഴിഞ്ഞ വർഷം തൊട്ടേ നല്ല റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. യങ് പ്ലേയേഴ്സിന് കൊറേ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഡാനി ഓൾമോ അല്ലേ ഈ സീസണില് എന്താ കളി. പിന്നെ റോഡ്രി അറിയാലോ, റോഡ്രി കൊറേ കാലമായിട്ട് തോറ്റിട്ടൊന്നുമില്ല. അതെ അതെ അതെ, റോഡ്രിയൊക്കെ ഒരു ഹിഡൻ ഹീറോ ആണ്. അധികം ആരും സംസാരിക്കാത്ത ഹീറോ. ഒരുപാട് ഇപ്പൊ സിറ്റിയിലാണെങ്കിലും വേറെ കുറെ പ്ലേയേഴ്സിനെ സംസാരിക്കുമ്പോൾ അണ്ടർറേറ്റഡ് ആയിട്ട് വെക്കുന്ന, ഇവിടെ വരുമ്പം ഇവിടെ പുള്ളി ഹീറോ. അതെ അതെ അതെ,
അങ്ങനെ തന്നെ ഇംഗ്ലണ്ടിന്റെ സൈഡിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല പ്ലേയേഴ്സ്, മാനേജർ കൂടെ ഒന്ന് മാറിയ ഒരുപാട് ചേഞ്ച് വരും. ന്യൂസ് അറിഞ്ഞില്ലേ, മാനേജർ എക്സിറ്റ് ചെയ്തു. അതെ അതെ. ഇനി പുതിയ മാനേജർ വന്നിട്ട് പുതിയ സ്റ്റൈലില് സെറ്റ് ആവണം. അറിഞ്ഞൂടാ, 26 വരെ ഉണ്ട് ടൈം. നമ്മള് നല്ല എക്സ്പീരിയൻസ് മാനേജേഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ വരുവാ. പക്ഷെ ഒരുപാട് റൂമേഴ്സ് ഒക്കെ ഉണ്ട്. കൊറേ വർഷമായി, 58 വർഷമായി ഇംഗ്ലണ്ട് ഒരു മേജർ ട്രോഫി അടിച്ചിട്ട് തന്നെ. അതെ അതെ. ടീമിന്റെ കാര്യങ്ങളൊന്നും ഇനി ആരും പറയരുത്. ഇത്ര നല്ല ടീമൊന്നും ഇനി ഒരിക്കലും. ടീം എപ്പോഴും ഉണ്ടല്ലോ, നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടീം തന്നെയായിരുന്നു ഇംഗ്ലണ്ട്. ഇൻഡിവിജ്വലി ജയിക്കാൻ ചാൻസ് ഉള്ള ഒരു ടീമായിരുന്നു. ഫൈനലിലാണെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് കുറെ മൂവ്സ് ഒക്കെ ഉണ്ടായി. ലാസ്റ്റ് കുറച്ച് വിറപ്പിച്ചൊക്കെ നിർത്തി. ആ ഗോൾ ലൈൻ സേവ് ഒക്കെ ഓൾമോ അതെ. ഉനായ് സിമോണും ഗോൾ കീപ്പറും നന്നായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു. ഒരുപാട് സേവ്സ് ഈ സീസണില്. ഇപ്പൊ അണ്ടർറേറ്റഡ് കീപ്പറാ, ആരും ശ്രദ്ധിക്കില്ല. ഇപ്പൊ പോയി കഴിഞ്ഞിട്ട് ഇവനൊന്നും ആരും ശ്രദ്ധിക്കില്ല. ഒന്നാമത്തെ കാര്യം അവിടെ ബോള് എത്താറില്ല അധികം. പിന്നെ നല്ല ഷോട്ട് സ്റ്റോപ്പർ ഒക്കെയാണ്. 2 ക്ലീൻ ഷീറ്റ്, ആകെ 4 ഗോള് കൺസീഡ് ചെയ്തിട്ടുള്ളൂ ഈ ടൂർണമെന്റില്. അങ്ങനെ നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവനൊക്കെ വളർന്നു വലുതായി. ഇനി അടുത്ത വേൾഡ് കപ്പ് കൂടി ഇവരടിച്ച സീനാവും. പക്ഷെ അതുപോലെ ഇംഗ്ലണ്ടിന്റെ കാര്യം നേരെ താഴോട്ട തോന്നുന്നു. പക്ഷെ ഇംഗ്ലണ്ടിൽ കുറെ നല്ല പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെയിനു നമുക്ക് എടുത്തു പറയാം. പുള്ളിയൊക്കെ കൊണ്ടുവരുന്ന അവനും യങ് ഏജ്, 18-19 വയസ്സ് ഏജിലില്ലേ, അവരൊക്കെ കാണിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ഇല്ലേ. പുള്ളി ആ മിഡ്ഫീൽഡിലൊക്കെ ഇത്ര ചെറിയ പ്രായത്തിൽ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ. അതുപോലെ ഫോഡൻ, എല്ലാവരും ഇൻഡിവിജ്വലി ആരാ നല്ലതല്ലാത്ത ഇംഗ്ലണ്ട് ബെസ്റ്റ്. പിന്നെ പുള്ളി ആ സബ് ഇറങ്ങി വന്നു, ഫസ്റ്റ് ഗോൾ. ഹോപ്പുണ്ട്. ഇപ്പൊ ചെൽസിയിലാണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, കഴിഞ്ഞ സീസൺ പുള്ളി 25 ഗോൾസ് സംതിങ് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അടിക്കണല്ലോ. പെനാൽറ്റി ആണെങ്കിലും ഇത് പെനാൽറ്റി പ്രഷർ സിറ്റുവേഷൻ കാര്യങ്ങൾ. ചെൽസിയൊക്കെ എവിടെയാണ് ചെൽസി ഇല്ലെന്ന് കൂടി നമ്മൾ നോക്കണം. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഈ പുള്ളി പിക്ക് ചെയ്ത് കൊണ്ടുവരും. ഇവന്റെ ഗോൾ കോൺട്രിബ്യൂഷനിൽ ചിലപ്പോ ഉറപ്പായിട്ടും. ഗോൾ മാത്രമല്ല, ഇൻ ഗെയിമും ഭയങ്കര ഇമ്പാക്ട് ഉള്ള പ്ലെയറാ. ക്വിക്ക് പാസസാ, അതും ഫുൾ ബോക്സ് ടു ബോക്സാ. നല്ല രസമാണ് നല്ല രസാ. ഒരു വലിയ ആളിങ്ങനെ ഓടി പോണം. ഈ ചെറിയ പ്രായമാണെങ്കിലും വെരി മെച്ചുവേർഡ് ഗെയിമാണ് പുള്ളി. മെയിനുവിന്റെ അതെ, അവനും നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലെയറാ. പുള്ളിയുടെ ടേണും കാര്യങ്ങളൊക്കെ മിഡ്ഫീൽഡ് അങ്ങ് ഭരിക്കുക. ഗോളൊക്കെ ഭയങ്കര ഫിനിഷിംഗ് ഒക്കെ അല്ലേ. ഫിനിഷിംഗ് ഒക്കെ അടിപൊളി. കഴിഞ്ഞ സീസണിലെ ലിവർപൂളിന്റെ കളി, FA കപ്പ് മാൻ ഓഫ് ദ മാച്ച് ആണ്. അതാണ് പുള്ളി. ഒരു ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാ. ബോൾ സ്കോറിങ് ആയിക്കോട്ടെ, മിഡ്ഫീൽഡിൽ കൺട്രോളിങ് ആയിക്കോട്ടെ, ഡിഫെൻസീവ് ആയാലും നന്നായിട്ട് ഡിഫെൻസീവ് ആയാലും നന്നായിട്ട് മാസ്റ്റർ ഉണ്ട് പഠിപ്പിക്കാൻ. കസമീറോ ഉണ്ട്, അതിന്റെ ഒക്കെ ഗുണമുണ്ട്. പിന്നെ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇതൊക്കെ ചെറിയ പിള്ളേരല്ലേ. ഇവരൊക്കെ ചെറുപ്പത്തിലേ കണ്ടു വളർന്ന റോൾ മോഡൽസ് അല്ലേ ഇവരെ കൂടെ കളിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അവരെപ്പോഴും ആ ഇന്ററാക്ഷൻസും ആ നോളജ് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുണ്ടാവും. അത് എല്ലാ ക്ലബ്സിലും ഉണ്ടാവണം. അതാണ് ഒരു ഹെൽത്തി. നമ്മള് കയ്യിലുള്ള സ്കില്ലും നോളജെല്ലാം പാസ് ഓൺ ചെയ്യുക നെക്സ്റ്റ് ജനറേഷനിലേക്ക്. അതൊക്കെയാണ് ഇനി ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇന്ന് ഉണ്ടായ ന്യൂസ് മറ്റേ എംബാപ്പെ റിവീലിംഗ് റയൽ മാഡ്രിഡിലോട്ട്. സത്യല്ലേ, PSG-ക്കൊക്കെ എന്ത് നഷ്ടമാണ്. ഓൾറെഡി എനിക്ക് തോന്നുന്നു PSG-ക്ക് മാത്രമേ അറിയാതെ പുള്ളി റയൽ മാഡ്രിഡിൽ പോവില്ല. ബാക്കി എല്ലാവർക്കും ഭയങ്കര വിസിബിൾ. എത്ര വർഷമായി, 7 വർഷമായി ഈ സ്റ്റോറി നടക്കുന്നത്. അത് ഞാൻ ഇന്ന് കുറെ സ്റ്റേറ്റസ് ഒക്കെ കണ്ടു. ഗേൾഫ്രണ്ട് പോലും ഇത്രയൊന്നും കാത്തുനിന്നില്ല എംബാപ്പയ്ക്ക് വേണ്ടി കാത്തത്. ഇന്ന് ആരൊക്കെ പറയുന്നത് ഒരു സുഖമൊക്കെ ഉണ്ട് എംബാപ്പെ റയൽ മാഡ്രിഡില്.
ഒരു സൂപ്പർ സ്റ്റാർ എന്ന് ഇപ്പം പറയുന്ന ഒരു പ്ലെയറാണ് എംബാപ്പെ. അങ്ങനത്തെ ഒരു പ്ലെയർ ഇപ്പൊ റൊണാൾഡോ ഒക്കെ പോയതിനു ശേഷം അങ്ങനത്തെ ഒരു പ്ലെയർ ഒന്നും ഉണ്ടായില്ലല്ലോ. കൊണ്ടുവന്നിട്ട് ഫെയിലായി ഹസാഡ് ഫെയിലായി എന്ന് പറയാൻ പറ്റില്ല. അസാഡ് കൂടുതലും മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ അല്ല, അത് നോക്കുമ്പോ ടെക്നിക്കലി നോക്കുമ്പോ ഫെയിലാണ്, കരിയർ ഇല്ല. അപ്പൊ അറിഞ്ഞൂടെ എംബാപ്പെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. എംബാപ്പെ പ്രൂവൺ പ്ലെയർ അല്ലേ? അല്ല, ആ പ്രൂവൺ പ്ലെയറിന്റെ ഈ ഇത്തവണത്തെ ടൂർണമെന്റിലത്തെ അവസ്ഥ കണ്ടില്ലേ? ഫ്രാൻസിന്റെ വളരെ ശോകാവസ്ഥയായിരുന്നു. അല്ല, ഇവന് ഒറ്റയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാക്കണ ഒരു പ്ലെയർ അല്ലേ? അതെ അതെ. ഇപ്പൊ കുറച്ച് ഫോം ഔട്ട് ഇവൻ തന്നെ പറഞ്ഞു പിന്നെ കുറെ ഈ ടൂർണമെന്റ് ഒരു ഫെയിലിയർ ആണ് ഓൾറെഡി പറഞ്ഞു. പിന്നെ പുള്ളി കുറെ എന്തൊക്കെയോ മെഡിക്കൽ കണ്ടീഷൻസിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിന്റെയൊക്കെ ആയിരിക്കാം. പുള്ളി ഒരു നല്ല പ്ലെയർ ആണെന്ന് തന്നെ ആരും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫോമില് എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങൾ ഇവര് ഗെയിമിലേക്കും ക്യാരി ഔട്ട് ചെയ്താൽ മതി. അതൊക്കെയാണ് കൂടുതൽ പ്ലേയേഴ്സിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിക്കണ്ടേ? എന്തായാലും അടിക്കണം. അങ്ങനത്തെ ഒരു ടാലന്റ്. അതുപോലെ തന്നെ എടുത്തു പറയാനായിട്ട് ഇനി വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇപ്പൊ ഹാലൻഡ് ഒക്കെ ഉള്ളു. പക്ഷേ ഇന്റർനാഷണൽ ടീം യൂറോയില് പോലും ഇല്ലല്ലോ. അങ്ങനൊക്കെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. പുള്ളിയൊക്കെ ചിലപ്പോ നാഷണാലിറ്റി ഒക്കെ മാറും. അതിന് ചാൻസ് ഒന്നുമില്ല. നോർവേയില് കളിച്ചിട്ട് അടിച്ചു കൂട്ടല്ലേ ഗോള്. സ്റ്റാറ്റൊക്കെ ഉണ്ട്. ഈ നമ്മളെ ഒഡേഗാർഡൊക്കെ നോർമയല്ലേ? അതെ, പ്ലേയേഴ്സ് ഒക്കെ വരും വന്നുള്ളൂ. കുറച്ചും കൂടി പ്ലേയേഴ്സ് വരാണ്ട് ടോപ്പ് ലെവലിലോട്ട്. അതെ അതെ. അതുപോലെ തന്നെ ഈ സീസണില് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് റോഡ്രി വെരി വെൽ ഡിസേർവിംഗ് അല്ലേ? എത്ര കളിയായി ഇയാള് തോക്കാണ്ടിരിക്കണ്. ഇവനെ എടുത്ത് മാറ്റി നിർത്തിയ ചിലപ്പോ റിസൾട്ട് തന്നെ നല്ല വ്യത്യാസം വരും. ഭയങ്കര ഇമ്പാക്ട് പ്ലെയറാ. മിഡ്ഫീൽഡ് ജനറലാണ്. അത് സിറ്റിയുടെ കളിയാണെങ്കിലും ഇന്റർനാഷണൽ മാച്ച് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, സിറ്റിയിലും ഈ പുള്ളിനെ ഒരുപാട് ഫ്രണ്ടിലേക്ക് വരുന്നില്ല. കാരണം ഒരുപാട് സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. അതായത് ഷോ സ്റ്റീൽ ചെയ്ത പ്ലേയേഴ്സ് ഒക്കെ വന്ന് ഹാട്രിക് അടിച്ചിട്ട് പോയി. ഹാട്രിക് ഉണ്ടാക്കിയത് ഈ പുള്ളിയാണെന്നൊന്നും ആരും അറിയുന്നില്ല. ഈ യൂറോ കപ്പില് ഭയങ്കര വിസിബിൾ ആയിരുന്നു. അതാ ശരിക്കും മനസ്സിലാവുക. ഫസ്റ്റ് കളി തൊട്ടേ കൺസിസ്റ്റന്റ്, ഓൾറെഡി കൺസിസ്റ്റന്റ് ആണ്. ഓൾറെഡി ആ ഒരു സിറ്റി എന്നില്ല ആ ഒരു പേസും കാര്യങ്ങളും അതുപോലെ ഇവിടെ കൊണ്ടുവരുന്നത് പുള്ളി എത്ര പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്നത്. പിന്നെ ഓൾമോസ്റ്റ് സിമിലർ സിസ്റ്റം ആണ് സ്പെയിൻ്റെ സിസ്റ്റം തന്നെയാണ്. പ്ലേയേഴ്സ് മാത്രം മാറണുള്ളൂ. എന്താ പറയാ, കണ്ടുപരിചയം ഉണ്ടല്ലോ. എത്ര ടൂർണമെന്റ് ആയി ഇപ്പൊ, എത്ര മേജർ ടൂർണമെന്റ്. അതിന്റെ ഒക്കെ എക്സ്പീരിയൻസും എല്ലാം ഉണ്ട്. ഇവന് യങ്ങും ആണല്ലോ, അത്യാവശ്യം യങ്ങും ആണ്. വെരി മെച്ചുവേർഡ് ആണ്. ആണ്. ഒരു സോഷ്യൽ മീഡിയ ലൈഫ് ഒന്നും ഇല്ല ഇവന് ശരിക്കും. ഇവന് പരിപാടി കഴിഞ്ഞിട്ട് നേരെ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം, അങ്ങനെ എന്തൊക്കെയാണ്. ശരിക്കും ഡീപ്പായിട്ട് നോക്കിയാല് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നത്. ഇവ പഠിക്കണേന് പയ്യൻ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാണ്ട്. ഡിസർവിങ്, വെൽ ഡിസർവിങ് പ്ലെയർ തന്നെയാണ്. അതുപോലെ തന്നെ യമാൽ ഈ സീസണില് ബ്രില്യന്റ്. ആ വിങ്ങില് ഭയങ്കര ഇമ്പാക്ട് ആയിരുന്നു. അത്ര 3 ഗോള് എന്തോ അടിച്ചു. ഒരു 16 വയസ്സുള്ള പയ്യൻ. ടോട്ടലി നോക്കുമ്പോ ഈ ഒരു യൂറോ ഭയങ്കര അത്ര വലിയ ഗോൾ സ്കോറിങ് യൂറോ ഒന്നും ആയിരുന്നില്ല. ഭയങ്കര ലിമിറ്റഡ് ഗോൾസ് മാത്രമേ നമ്മൾ ടൂർണമെന്റിൽ എത്ര ഗെയിം ഉണ്ട് അത്ര ഗോളൊക്കെ അടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഈ സ്പെയിൻ്റെ ഗെയിമിലെല്ലാം നല്ല ഗോൾസും വന്നിട്ടുണ്ട്. സ്റ്റൈലിഷ് ഗോൾസ് ഫ്രാൻസ് ആയിട്ടുള്ള സെമി ഫൈനലിൽ എല്ലാം നല്ല ഗോൾസ് ആയിരുന്നു. ലാസ്റ്റ് അടിച്ച ഗോളൊക്കെ ഫൈനലിലെ ഗോളും എല്ലാം രണ്ടും നല്ല സൂപ്പർ ഗോൾസ് ആയിരുന്നു. അതാണ് ക്വാളിറ്റി ഗോൾസ്. ഒരുപാട് ഗോൾ സ്കോറിംഗ് ചാൻസസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെയിൻ.
ഓപ്പൺ ചാൻസ് ഒക്കെ കിട്ടുന്നത് അവരെന്തൊക്കെ സ്കില്ലൊക്കെ ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വൺ ടച്ച് ഒക്കെ ഇട്ട് വൻ സൂപ്പറായിരുന്നു. എപ്പോഴും ഒരു 2-3 പേര് ബാക്കിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും അറ്റാക്കിങ് ബോക്സിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അതെ, എല്ലാവരും ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. മൊത്തത്തിൽ അറ്റാക്കിംഗ് ടൈം എല്ലാവരും പോകുന്നു, ഡിഫെൻസിന്റെ ടൈം എല്ലാവരും ഇപ്പുറം ബോക്സിലുണ്ട്. നമുക്ക് കോപ്പേനെ പറ്റിയിട്ടും കുറച്ച് സംസാരിക്കാം. കോപ്പ അതിന്റെ കഴിഞ്ഞല്ലേ, ശരിക്കും അതിന്റെ ടെലികാസ്റ്റ് ഇല്ലാത്തോണ്ട് എന്തോ രാവിലെ ഫൈനലെങ്കിലും അതും ലേറ്റ് ആയിരുന്നു. 5:30 എണീറ്റ് കളി കാണാം. ഓൾറെഡി ഈ കളി ഉണ്ടായിരുന്നു, സ്പെയിൻ്റെ കളി 12:30 കണ്ട് കഴിയുമ്പോഴേക്കും പിന്നെ ഉറക്കാൻ വരും. പിന്നെ അടുത്ത കളി കാണാൻ കളി ടെലികാസ്റ്റും ഇല്ല. രാവിലെ പക്ഷെ ഗെയിം ഡിലേ ആയി, അതായത് നല്ലോണം ഡിലേ ആയി. ഞാൻ എന്താ വർക്കിന് പോണേക്ക് തൊട്ട് പിന്നെയാണ് കളി കണ്ടത്. ഇത് എന്താ ഈ സമയത്ത് കളി അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്നുള്ളൊരിതായി. അങ്ങനെ അർജന്റീന രണ്ടാമത്തെ കോപ്പ അടിച്ചു. മെസ്സി രണ്ടാമത്തെ കോപ്പ അടിച്ചു. പക്ഷെ ഈ ടൂർണമെന്റിൽ മെസ്സി ഒന്നും വലിയ ഇമ്പാക്ട് ഒന്നുമില്ല. അത് മെസ്സി എന്താ പറയാ പരിക്കൊക്കെ വന്നിട്ട് ബെഞ്ചിലായിരുന്നു. ബാക്കിയുള്ളവര് സമ്മതിക്കണം. ഞാൻ പറഞ്ഞ അർജന്റീന ടീം ഒരുപാട് മാറി, ഭയങ്കര ടീമാണ്. ലാറ്റിൻ അമേരിക്കയില് വൺ ഓഫ് ദി ബെസ്റ്റ് ടീമായിട്ട് ഇപ്പൊ ടോപ്പില് ഫസ്റ്റ് നിൽക്കണേണ് വേൾഡിൽ തന്നെ. വേൾഡ് കപ്പ് അടിച്ചു, ഇതായി കോപ്പ അടിച്ചു. ഓൾറെഡി സ്കോഡാണ്, ഒരുപാട് പുതിയ മേജർ ട്രോഫീസ് എല്ലാം കിട്ടി. മേജർ ടൂർണമെന്റിലെ ട്രോഫീസ് എല്ലാം നേടി. നമ്മളെ അർജന്റീനന്റെ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇന്നൊരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്, വാട്സപ്പ് ത്രൂ ഷെയർ ചെയ്തതാണ്. അത് ഒരു ടെക്നോളജി എത്രത്തോളം ഫുട്ബോളിനെ ഇമ്പാക്ട് ചെയ്യുന്നു ഇന്നത്തെ കാലത്ത്. അതിൻ്റെ ഒരു പ്യുവർ എക്സാമ്പിളാണ്. പുള്ളിയുടെ പേര് മത്യാസ് മനെ ആണ്. ഓക്കെ. അപ്പോൾ പുള്ളിയുടെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഗാർഡിയോളനെ വെച്ചിട്ടാണ്. പുള്ളി ഒരു വ്ളോഗറായിരുന്നു. ഓക്കെ. അപ്പം പുള്ളി ഈ ഫുട്ബോളിന് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. പുള്ളി ഒരു ആനിമേറ്ററൊക്കെയാണ്. അപ്പം പുള്ളി വീഡിയോ ത്രൂ ഭയങ്കരമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നോക്കും. ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് മാച്ചസിന്റെ വീഡിയോസ് ഒക്കെ വെച്ചിട്ട് ഇന്നതൊരു കോഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഏത് ഡാറ്റാ സയൻസ് പോലത്തെ ഒരു സംഭവമാണ്. വീഡിയോ ഇതിന്റെ ഇത് വെച്ചിട്ട് ഡേറ്റാസ് വെച്ചിട്ട് നമ്മളെ പ്ലേയേഴ്സിന്റെ കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്യുന്ന ടെക്നോളജി ഒക്കെ ഇന്നുണ്ട്. അപ്പം ഈ വീഡിയോ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ പുള്ളിക്ക് ആ ടൈമിൽ അത്ര വിഷനിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്. പുള്ളി ഗാർഡിയോളനെ അതൊരു ഭയങ്കര സ്റ്റോറിയാണ്. പുള്ളി ഗാർഡിയോളേൻ്റെ നമ്പറൊക്കെ തപ്പിയെടുത്ത് ഗാർഡിയോളനെ വിളിച്ചു. ഇനീഷ്യലി കോളൊന്നും അങ്ങനെ കണക്ട് ആയില്ല. അപ്പോൾ ഗാർഡിയോള ആ ടൈം ബാർസലോണയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ബാർസലോണയിൽ നിന്ന് റിട്ടയർ ആവുന്ന അത്രയും പഴയ സംഭവം. ഓക്കെ. അപ്പം ഈ പുള്ളിക്ക് 20 years സംതിങ്ങാണ്. അപ്പോൾ പുള്ളി ഇറങ്ങി ഗാർഡിയോളക്ക് ഒരു ഇനീഷ്യലി ഒരു കോച്ചിങ്ങിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്പാർക്ക് കൊടുത്തൊക്കെ ഈ പുള്ളിയാന്ന് പറയാം. പുള്ളിയുടെ വ്ളോഗ് കണ്ടിട്ട് ഗാർഡിയോള പുള്ളീനെ കണക്ട് ചെയ്യും. അപ്പോൾ പുള്ളി ഗാർഡിയോളൻ്റെ ഒരു ഗെയിം സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അത് ഗാർഡിയോള ഗെയിമിലുണ്ടായ ടൈം തന്നെ ഇവരൊക്കെ പഴയ മാച്ചസ് ഒക്കെ കാണുന്നതല്ലേ, അതിൽ തന്നെ ഗാർഡിയോളന്റെ ഗെയിം സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഒരു സിസ്റ്റം ഒക്കെ ഈ പുള്ളി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ പുള്ളി ഇവരുടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഗാർഡിയോള ഈ കരിയറിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പൊ ഗാർഡിയോളന്റെ കൂടെ ഈ പുള്ളി വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. പുള്ളി അവരൊരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ മാത്രം. അതിൽ ചേഞ്ച് വരുന്നത് വെച്ചാൽ പുള്ളീനെ ഈ കാര്യം നോട്ട് ചെയ്തോ, ഈ പുള്ളീനെ നമ്മളെ കോപ്പ അമേരിക്കൻ്റെ ടൈം അപ്പോൾ ചില്ലി, അപ്പോൾ 2007 ടൈമിൽ ബിയൽസ ആയിരുന്നു ചില്ലിന്റെ മാനേജ്മെന്റിന്റെ. അപ്പൊ ബിയൽസ അപ്പൊ പുള്ളി മാനേജ്മെന്റ് എടുക്കാൻ റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ് ആയ കുറച്ച് സാധനങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യണം നമ്മളെ സിസ്റ്റത്തിൽ. അങ്ങനെ ഈ പുള്ളീനെ കണക്ട് ചെയ്യും. 24 വയസ്സായില്ലേ പുള്ളിക്ക്. പുള്ളി വന്ന് പുള്ളീൻ്റെ കൂടെ വർക്ക് ചെയ്ത്
ആ വർഷം കപ്പടിച്ച് അത് കഴിഞ്ഞിട്ടില്ല ചില്ലി ആ വർഷം ബ്രസീൽ അടിച്ചത്. അത് കഴിഞ്ഞിട്ടില്ല ടീംസിലൊക്കെ ഇമ്പാക്ട് പുള്ളി ഉണ്ടായിരുന്നു. ബിയൽസ മാറി, അടുത്ത് വന്ന 2 മാനേജേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് വിക്ടറീസ് ആയിരുന്നു. അതിന്റെയൊക്കെ ഇമ്പാക്ട് വന്നത് ഈ പുള്ളിയാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ പുള്ളി അർജന്റീനയെ തന്നെ 2 ഫൈനലിൽ തോൽപ്പിച്ചതുകൊണ്ട്. അതെ. അത് കഴിഞ്ഞിട്ടാണ് ഈ അർജന്റീന അത് കഴിഞ്ഞിട്ട് പുള്ളി വേറെ കുറെ വർക്ക് ചെയ്തു ഹൈ ലെവലിൽ തന്നെ. ബെൻഫിക്കയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അർജന്റീന ഈ കണ്ടിന്യൂസ് ആയിട്ട് അർജന്റീന ഒരു റിസൾട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഫൈനലിൽ എത്തുന്നു, യൂറോയിലാണെങ്കിലും കോപ്പയിലാണെങ്കിലും വെരി അണ്ടൊക്കെ ആയിരുന്നു. എപ്പോഴും ആ ഒരു പ്രശ്നം അവിടെ ഈ പുള്ളി ഇവരുടെ സിസ്റ്റത്തിലേക്ക് വന്നു ഒരുപാട് ചെയ്ത്. ഈ പെനാൽറ്റി സേവ്സിലൊക്കെ പുള്ളിയുടെ കുറെ ഇമ്പാക്ട് ഉണ്ടെന്ന്. ഈ മാർട്ടീനസ് ഒക്കെ ഇത്ര ഈസി ആയിട്ട് പെനാൽറ്റി സേവ് ചെയ്യുന്നതൊക്കെ കാണുന്നില്ലേ? ഗെയിമിന്റെ മുന്നേ ഇവരെ അനലറ്റിക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര. ഒരു പ്ലെയറിനെ റീഡ് ചെയ്യുന്നതും ഒരു പ്ലെയറിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്നതും പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ ഈ പുള്ളിയുടെ ഒരു ഇത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ടെക്നോളജി ഒക്കെ വരുമ്പം ഫുട്ബോളിൽ ഉണ്ടാകുന്ന ചേഞ്ചസും കാര്യങ്ങളാണ്. ഓൾറെഡി ഇവർക്ക് ഒരുപാട് ടൂൾസും കാര്യങ്ങളുണ്ട്. ഇപ്പൊ റൊണാൾഡോ ഒക്കെ ബോൾ എടുത്ത് മുന്നിൽ വരുമ്പോ തന്നെ ഇവര് ഓൾറെഡി മൈൻഡ് സെറ്റാണ്. ഇവർ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഇവർ കുറെ ടൂൾസ് ഉണ്ടാവും. ഇത് ഇപ്പം ഓൾറെഡി ഇവർക്ക് അറിയാലോ ആരൊക്കെ കിക്ക് ടേക്കേഴ്സ് പോവുക കാര്യങ്ങൾ. അപ്പോൾ ഒരു ടോപ്പ് 5 പ്ലെയേഴ്സിന് ഇവർക്ക് എന്തായാലും അറിയാം. കോച്ചും ഈ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ പണിയാണിത്. ഇവർ ഓൾറെഡി പറയും ഡേറ്റ സ്റ്റാറ്റ്സ് ഒക്കെ വെച്ചിട്ട് നോക്കിക്കോ, റൈറ്റ് ലെഫ്റ്റ്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഇൻസൈറ്റ് എപ്പോഴും ഗോളിന്റെ സൈഡിൽ നിന്നുണ്ട്. ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. അല്ലല്ല അവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലെന്നല്ല, ഇവര് ബാക്കിൽ പുള്ളി റൈറ്റിലേക്ക് ആയിരിക്കും. ഇപ്പം ലാസ്റ്റ് റൊണാൾഡോ മിസ്സാക്കിയ പെനാൽറ്റി തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റത്തെ ക്ലിയർ കട്ട് പുള്ളി ഷോട്ടിന് മുന്നേ ജമ്പ് വന്നിന് ഗോൾ കീപ്പറെ. സെക്കൻഡും പുള്ളി കറക്റ്റ് ആണ് ജമ്പ് ചെയ്തത്. ഷോട്ടിന്റെ ഒരു പവറും അല്ല കുറച്ചും കൂടി ആക്യുറസി കാരണമാണ് അത് ഗോള് സ്കോർ. ഞാൻ പറയാം ടെക്നോളജീൻ്റെ ഇമ്പാക്റ്റ് ടു മച്ച്. അത് ഭയങ്കരമായിട്ട് ഫുട്ബോളായിട്ട് ജെല്ലായിട്ടും വരുന്നുണ്ട്.